മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഇല്ലാതായാൽ ആയിരക്കണക്കിന് മനുഷ്യർക്കാണ് ചികിത്സാ സഹായം ലഭ്യമാകാതെ പോവുക. അതോടൊപ്പം വിവിധ ദുരിതങ്ങൾ നേരിട്ടവർക്കുള്ള അടിയന്തര സഹായങ്ങളും നിലച്ചുപോകും. അതുകൊണ്ട് അത്തരം പ്രചരണം നടത്തുന്നവർ ഈ ഹതഭാഗ്യരെ ഓർത്ത് അതിൽ നിന്ന് പിന്തിരിയണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ സർക്കാർ ഇപ്പോഴത്തെ അധികാരത്തിൽ വന്നതിന് ശേഷം ഇതുവരെ 2135 കോടി 29 ലക്ഷം രൂപയുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. 2135 കോടി 29 ലക്ഷം രൂപയാണ് CMDRFിൽ നിന്ന് വിതരണം ചെയ്തത്. അതിൽ ചികിത്സാ സഹായമായി മാത്രം നൽകിയത് 685 കോടി 62 ലക്ഷം രൂപയാണ്. ആയിരക്കണക്കിന് പേർക്കാണ് സഹായം ലഭ്യമായത്. ഇതുകൂടാതെ പ്രളയബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ സർക്കാർ വന്ന ശേഷം 856 കോടി 95 ലക്ഷം രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. കോവിഡ് സമയത്ത് ദുരിതമനുഭവിച്ചവർക്ക് 380 കോടി 95 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഈ കാലയളവിൽ നൽകിയത്. ഇത് ഈ കാലം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലം. അത് കൃത്യമായി പറഞ്ഞാൽ 25/5/2016 മുതൽ 20/5/2021 വരെ 5715 കോടി 92 ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് വിതരണം ചെയ്തത്. സുതാര്യവും സുഗമവുമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. അത് ഇല്ലാതായാൽ പാവപ്പെട്ട ജനങ്ങൾക്ക് ചികിത്സാ സഹായമാണ് മുടങ്ങുന്നത്. രോഗബാധിതരുടെ ചികിത്സയ്ക്ക് തടസ്സമുണ്ടാകും. അതുപോലെ തന്നെ മറ്റു പല ദുരിതങ്ങളും അനുഭവിക്കുന്നവർക്കുള്ള സഹായങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സ്ഥിതിയുണ്ടാകും. അതുകൊണ്ട് വ്യാജപ്രചാരകർ അതിൽ നിന്ന് പിന്മാറണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ ദുരവസ്ഥ നമ്മുടെ നാടിന് ഉണ്ടാകാതിരിക്കാൻ അതാവശ്യമാണ്. മാധ്യമങ്ങൾ മാത്രമാണ് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുന്നത്, അങ്ങനെ പറഞ്ഞു പരത്തുന്നത് എന്ന് പറയാനാകില്ല. അതിന് പിന്നിലെ രാഷ്ട്രീയവും അജണ്ടയുമുണ്ട്. അതാണ് കൃത്യമായി പരിശോധിക്കേണ്ടത്. ഇപ്പോൾ പ്രളയത്തിൻ്റെ സമയം 2018 കോൺഗ്രസ് അനുകൂലികളായ സർക്കാർ ജീവനക്കാരുടെ സംഘടനകൾ സാലറി ചാലഞ്ചിനെതിരെ രംഗത്ത് വന്നു. എല്ലാവർക്കും ഓർമ്മയുള്ള കാര്യമാണല്ലോ. ദുരന്തമുഖത്ത് പോലും രാഷ്ട്രീയം കളിക്കുന്ന പ്രതിപക്ഷമായി അന്നവർ അധപ്പതിക്കുന്നതാണ് നാം കണ്ടത്. സാലറി ചാലഞ്ചിനോട് മുഖം തിരിക്കുക മാത്രമല്ല, ക്യാമ്പയിൻ മുടക്കാൻ അഹോരാത്രം പണിയെടുക്കുകയും ചെയ്തു. സർക്കാർ ഇന്നാട്ടിലെ അധ്യാപകരെയും ജീവനക്കാരെയും അകാരണമായി പിഴിയുന്നുവെന്നാണ് അന്നിവർ പറഞ്ഞു പരത്തിയത്. എന്നാൽ പ്രതിപക്ഷത്തിൻ്റെ ദുഷ്പ്രചാരണങ്ങളെ വകവെക്കാതെ തന്നെ നാടിൻ്റെ പുനർനിർമ്മാണത്തിൽ ബഹുഭൂരിപക്ഷം ജീവനക്കാരും പങ്കാളിയാകുന്ന കാഴ്ചയാണ് നാം കണ്ടത്. കൊറോണ കാലത്ത് മാനദണ്ഡം ലംഘിച്ച് ആളുകളെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുകയാണ് പ്രതിപക്ഷ നേതൃത്വം ചെയ്തത്. സമര കോലാഹലങ്ങൾ നടത്തി നാടിൻ്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെ താളം തെറ്റിക്കാൻ ശ്രമിച്ചു. വ്യാജ പ്രചരണങ്ങളുടെ പെരുമഴ അന്നവർ നടത്തുകയും ചെയ്തു. കോവിഡ് വിഷയത്തിലെ സാലറി ചാലഞ്ച് വഴി ധനമന്ത്രി ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് അന്നത്തെ പ്രതിപക്ഷ നേതാവ് വിളിച്ചു പറഞ്ഞത്. എന്നാൽ കോൺഗ്രസ് ഭരിക്കുന്ന മഹാരാഷ്ട്രയിൽ സർക്കാർ ജീവനക്കാർക്ക് മാൻഡേറ്ററി സാലറി കട്ട് നൽകുന്ന അതേ സമയത്താണ്
6 ദിവസത്തെ ശമ്പളം കടമായി ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകാൻ കേരളത്തിലെ സർക്കാർ അഭ്യർത്ഥിച്ചത് എന്ന് നാം ഓർക്കണം. ലോകം മുഴുവൻ മഹാമാരി മരണം വിധിച്ച സമയമായിരുന്നു അത്. തൊഴിൽ നഷ്ടപ്പെട്ട് സകലരും വീട്ടിലടച്ചിരിക്കുന്നു. സർക്കാരുകളുടെ വരുമാനം നിലച്ചപ്പോൾ ദൈനംദിന ചെലവുകൾക്ക് പോലും വേണ്ടത്ര കാശില്ലാതെ ലോകമാകെ സർക്കാരുകൾ പ്രയാസപ്പെടുന്ന സാഹചര്യം. പലയിടങ്ങളിലും ശമ്പളം മുടങ്ങുന്ന നില. എന്നാൽ കേരളത്തിൽ അതൊന്നും ഉണ്ടായില്ല. 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മാത്രമാണ് സർക്കാർ ജീവനക്കാരോട് സർക്കാർ അന്ന് അഭ്യർത്ഥിച്ചത്. സർക്കാരിൻ്റെ ഉത്തരവ് തെരുവിൽ കത്തിക്കുകയായിരുന്നില്ലേ കോൺഗ്രസ് അനുകൂല സർവീസ് സംഘടനകൾ ചെയ്തത്? ഇതിനും പുറമെ 6 ദിവസത്തെ ശമ്പളം കടം കൊടുക്കാൻ മനസ്സില്ലാതെ സർക്കാർ ഉത്തരവ് സ്റ്റേ ചെയ്യാൻ ഹർജിയുമായി ഹൈക്കോടതി മുൻപാകെ പോയതും ഓർമ്മയില്ലേ? ഇപ്പോൾ പെരുപ്പിച്ച കണക്ക് എന്നും വ്യാജ കണക്ക് എന്നും മറ്റുമുള്ള കഥകൾ പ്രചരിപ്പിക്കുന്നതും ഇതേ കൂട്ടരുണ്ട് എന്നത് നാം കാണണം. കേന്ദ്ര സർക്കാർ വയനാടിനായി ഇതുവരെ പ്രത്യേക സഹായമൊന്നും നൽകിയിട്ടില്ല. സംസ്ഥാനം നൽകിയ മെമ്മോറാണ്ടത്തിലെ എസ്റ്റിമേറ്റിനെ ചെലവാക്കിയ തുകയായി ദുർവ്യാഖ്യാനം ചെയ്ത നുണക്കഥകൾ പ്രചരിപ്പിക്കുന്നതിൽ കേന്ദ്ര ഭരണകക്ഷിയായ BJPയുടെ പ്രധാന നേതാക്കളും ഉണ്ട് എന്നത് നാം കാണുകയാണ്. ആ പരിഹാസ്യ സമീപനം നമ്മുടെ മാധ്യമങ്ങൾക്ക് വാർത്തയേയല്ല, അത് കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. മറ്റ് പല സംസ്ഥാനങ്ങൾക്കും പ്രകൃതി ദുരന്തമുണ്ടായപ്പോൾ പെട്ടെന്ന് തന്നെ സഹായം പ്രഖ്യാപിക്കുന്ന വാർത്തകൾ നമ്മുടെ മാധ്യമങ്ങൾ തന്നെ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരളത്തിന് അർഹമായ സഹായം എത്രയും വേഗം ലഭ്യമാക്കാനുള്ള ഇടപെടലാണ് നാടിനെയും ജനങ്ങളെയും സ്നേഹിക്കുന്ന എല്ലാവരിൽ നിന്നും പ്രതീക്ഷിക്കുക. മാധ്യമങ്ങൾ ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ തയ്യാറാകണം എന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത്.